ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലൊരു കേക്കിൻ്റെ ബോക്സാണ്. അത് ഫുള്ളായിട്ടൊന്ന് വിടർത്തിയെടുത്തതിന് ശേഷം നമ്മളൊരു റൗണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എന്തേലുമാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഒരു റൗണ്ട് ഗ്രീൻ കളർ പേപ്പറും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ കട്ട് ചെയ്ത ആ കാർഡ്ബോർഡ് പീസിൻ്റെ ഇച്ചിരിയും കൂടെ വലിപ്പം കൂട്ടി വേണം നമ്മൾ ഗ്രീൻ കളർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു സൈഡിലൊക്കെ പശ തേച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ ഈ കാർഡ്ബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേശ്ശെ പശ ആ സൈഡിൽ മാത്രം ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ കട്ട് ചെയ്തത് നമുക്ക് ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ എല്ലാതും അങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് കളർ ഒരു പേപ്പറും അതുപോലെ തന്നെ റെഡ് കളർ ഒരു പേപ്പറുമാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു നമ്മൾ ഒട്ടിച്ചെടുത്ത കാർഡ്ബോർഡിനെക്കാട്ടി കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞ് വേണം വൈറ്റ് കളർ റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അതിൽ ഇച്ചിരിയോടെ ചെറുത് വേണം നമ്മുടെ റെഡ് കളർ. അങ്ങനെ രണ്ട് പീസും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആ ഗ്രീൻ കളറിലോട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ വൈറ്റ് കളർ ഒട്ടിച്ചു കൊടുത്തു. സൈഡിൽ മാത്രമായിട്ട് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനിയിപ്പം അതിൻ്റെ മേലേക്ക് റെഡ് കളറും കൂടിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ റെഡ് കളർ ചിലപ്പോൾ ഇങ്ങനെ കളർ ഇളകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഗമ്മ് വെക്കുമ്പോഴത്തേന് ഇച്ചിരി കയ്യിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ വാട്ടർമെലനാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സീഡ്സ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും ആ ഒരു സീഡ്സൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ ഇടയ്ക്കുന്ന നമ്മളിങ്ങനെ സീഡ്സൊക്കെ അരച്ചെടുത്തതിന് ശേഷം അതവിടെ വെക്കുകയാണ്. പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ അതിൻ്റെ ബാക്കി പീസ് എടുത്തിട്ട് നമ്മൾ ഒന്ന് വെച്ച് നോക്കുകയാണ് ഇതിൻ്റെ അടിയിലൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ പശയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കാർഡ്ബോർഡിന് ഇതുപോലെയാണ് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നല്ലതുപോലെ പിടിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ ഒട്ടത്തുള്ളൂ. എൻ്റെ കയ്യിൽ സാധാ പശ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഒട്ടിക്കിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കതൊരു ഗ്രീൻ കളർ വേണമല്ലോ നമ്മുടെ ആ ഒരു പുറം ഭാഗത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ഒരു പേപ്പറും കൂടി ഇതുപോലെ തന്നെ സെയിം ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ വാട്ടർമെലന് ഒന്ന് അതിൻ്റെ പുറത്തുണ്ടാവുമല്ലോ ഒരു ബ്ലാക്ക് കളറിലൊക്കെ ഒരു ഡിസൈൻ, അതൊന്ന് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം അതും ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വാട്ടർമെലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാട്ടർമെലൻ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ. നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിയിട്ട് നമ്മുടെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.